കമന്റുകൾ വരുന്നുണ്ടായിരുന്നു. അതായത് നിനക്ക് പലിശ സഹിതം ഞങ്ങൾ തരും, തീർത്ത് കളയുമെന്നൊക്കെയുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ കമന്റ്സിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ ഇന്നലെ ഇപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ വന്നു പോലും ഇത്തരത്തിൽ ആക്രോശിക്കും, അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഞാനൊരു യുവ നേതാവിന്റെയോ പാർട്ടിയുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല. പിന്നെ അതിജീവിതകളായ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പൊതുരംഗത്തൊക്കെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ ഇനിയും സ്ത്രീകൾക്കുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അതിന്റെ പേരിൽ ഇപ്പൊ ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ പരാതി ഒന്നും വന്നിരിക്കുന്നത്. അതൊക്കെ അയാളുടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയൊന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട. അങ്ങനൊന്നും ഭയക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളതാണ്. ഇതിങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തികൾ സ്വയം വന്ന് ഭീഷണിപ്പെടുത്തുന്നതാണോ, അതോ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതൊരു വ്യക്തമായൊരു കാര്യമല്ലല്ലോ, നമുക്ക് ആ രീതിയിൽ പറയാൻ കഴിയില്ല. ഇതിപ്പോ ആരാണോ എന്താണെന്നോ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ ആളുകൾ പുറത്തു വരാതിരിക്കുക, ആരും ഇനി മിണ്ടാതിരിക്കുക എന്നുള്ളൊരു ഒരു അപ്പോൾ ആ പരാതി പറഞ്ഞ ഒരാള് അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച ഒരാളെ തട്ടിക്കളയും, തീർത്തു കളയും എന്നുള്ള ഭീഷണിയൊക്കെ അല്ല, കൊല്ലാൻ 4 സെക്കൻഡ് മതി എന്നുള്ളതാണ്. ആ രീതിയിലുള്ള 4 സെക്കൻഡ് പോലും അതുകൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ഇനിയുള്ള കാര്യങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആളുകളിൽ നിന്ന് അത് തടഞ്ഞു നിർത്താം എന്നുള്ളൊരു കാര്യമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ഇലക്ഷനൊക്കെ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതേ സമയത്താണ് ഇതേ കണക്ക് ഉണ്ടെങ്കിൽ റിനി ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ചാനലിനടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. തൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് ആരൊക്കെയോ ഭയങ്കര മോശമുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതോടെ തന്നെ തൻ്റെ ഗേറ്റിനൊക്കെ വന്ന് തല്ലി ചവിട്ടി പൊളിക്കാനൊക്കെ നോക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ ആരാണ് ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇനി പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അടവാന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, പോലീസൊക്കെ നോക്കിയപ്പോൾ അത് കറക്റ്റാണെന്നുള്ളൊരു കാര്യം മനസ്സിലായി. അവരെ ഉണ്ടെങ്കിൽ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് പേര്. ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്തെന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് തന്നെ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.